Good afternoon, all. Good afternoon, Good teacher. afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good Good afternoon. afternoon, Miss. Okay. 29 പേരുള്ളൂ. കൗണ്ട് വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. Yes, teacher. ഓക്കെ, ഇന്ന് ആരാണ് പ്രെയർ റെഡി ആയിക്കണേ? ഇന്നൊരാള് പ്രെയർ ആരാ? ആരുമില്ലേ ഇന്ന് പ്രെയറിന് ആരും റെഡി ആയിട്ടില്ലേ? ഞാൻ ചെയ്യാം മിസ്സേ. ഓക്കെ ഓക്കെ ഓക്കെ. Dear God, thank you for the gift of children, for their joy, laughter, and laugh. Bless each child with health, happiness, and wisdom. Guide them to grow in kindness, courage, and compassion, and protect them as they discover their unique path. May they always feel loved, valued, and supported. Amen. ഓക്കെ, താങ്ക് യു. ഇനി ആരാ തോട്ട് ഓഫ് ദ ഡേ? തോട്ട് ഓഫ് ദ ഡേ ആരാ? എന്ത് പറ്റി നിങ്ങൾക്ക്? ആരുമില്ലെങ്കിൽ ഞാൻ പറയാം ടീച്ചർ. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലും ഗീത തന്നെയല്ലേ പറഞ്ഞേ? ആണെന്ന് തോന്നുന്നു. ആരുമില്ലാത്തപ്പോഴാണ് ഞാൻ പറയുന്നത്. അത് കുഴപ്പമില്ല, പറഞ്ഞു. ബാക്കി എല്ലാവർക്കും എന്ത് പറ്റി? ഒന്ന് രണ്ട് ആൾക്കാർ പേര് മാത്രമേ എന്തെങ്കിലും ചോദിച്ചാ ഇത് പറയുള്ളൂ. ആരുമില്ല ഇവിടെ? ഫോണാക്കി വെച്ച് പോയാ എല്ലാവരും? ഓക്കെ, ഗീത ഇന്ന് തോട്ട് ഓഫ് ദ ഡേ പറ. Okay, teacher. Good afternoon, everybody. Today's thought. Success is not final. Failure is not fatal. വിജയം അന്തിമമല്ല, അതുപോലെ പരാജയം ഒന്നിന്റെയും അവസാനവുമല്ല. From Winston Churchill. I repeat my thought. Success is not final. Failure is not fatal. Thank you. ഓക്കെ, ഒരുപാട് പേര് ഇതിലിപ്പോ 33 പേരുണ്ട്. അതില് 30, ബാക്കി 30 പേരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇതിൽ കാണുന്നുണ്ട്. അവരൊക്കെ വെറുതെ ഓണാക്കി വെച്ചിട്ട് പോയിരുന്നോന്നാണ്. ഓക്കെ, ഇനി പുതിയ ഒരാള് ഇതുവരെയും പറയാത്ത ഒരാള് പ്രെയർ ചൊല്ലാൻ വേണം. അതോടൊപ്പം തന്നെ തോട്ട് ഓഫ് ദ ഡേ പറയണം. ഓക്കെ, ഇതാരെങ്കിലും പറഞ്ഞോളും എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം എല്ലാവർക്കും കൂടി വേണ്ടിയുള്ളതാ. നമ്മളൊരു മോണ്ടിസോറി നമ്മൾ പഠിക്കുന്നതിനാ. നമ്മളൊരു സ്കൂളിൽ പോയി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളുടെ ഇങ്ങനെ പെർഫോമൻസിന്റെ കൂടെ നമ്മളിങ്ങനെ ഇവർത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും പ്രധാനം കുറെ പഠിക്കുക, അതിലല്ല കാര്യം. നമ്മൾ എന്തോരം പഠിക്കണ്, നന്നായി മാർക്ക് മേടിക്കണം, അതിലല്ല കാര്യം. നമ്മൾ ആ പറയണ സ്പോട്ടിൽ പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നമുക്ക് എവിടെയും കയറി എന്തും പറയാം. അത്രയും ഒരു നല്ലൊരു ഇതുണ്ടായിരിക്കണം. അല്ലാതെ ഒരു കാര്യവും ഇല്ല.
നമ്മൾ എന്തെല്ലാം പഠിച്ച് എത്ര എക്സാമിന് ഒരുപാട് മാർക്ക് കിട്ടിയാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതപ്പൊ പറയാനുള്ള ഒരു ഇത് മനസ്സുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഒരു സ്കൂളിലൊക്കെ പോയി വർക്ക് ചെയ്യണതാണ്. അവിടെ ഒരുപാട് നമ്മൾ കാണാത്തവരും ഒരുപാട് ആൾക്കാർ പേരുണ്ടാവും. അവരുടെ മുമ്പിലൊക്കെ നമ്മളോട് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ തന്നെ നമ്മളോട് പറയും ഒരു ആക്ഷൻ സോങ്. നമ്മളപ്പോ സോങ് മാത്രം പാടിയാ പോരാ, അതിൽ നമ്മൾ ആക്ഷൻ ചെയ്യണം. അപ്പൊ ആ സോങ്ങിനനുസരിച്ച് ഓരോ ആക്ഷൻസ് നമ്മൾ എടുക്കണം. അത് നമ്മൾ എനിക്ക് പറ്റില്ല എന്നാണോട് എന്ന് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. മോണ്ടിസോറി ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നല്ല ആക്റ്റീവ് ആയിരിക്കണം. ആക്ടിവിറ്റീസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഉണ്ട്. ഓക്കെ, ഇപ്പൊ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഇനി എല്ലാവരും അതോ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, ഞാൻ വന്നിരുന്നത് കൊണ്ടാണോ? അല്ല ടീച്ചർ, ടീച്ചറിന് ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞെന്നുള്ളൂ. നമ്മള് നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ പഠിച്ച് മാർക്ക് നേടാം. പക്ഷെ അതല്ല പ്രധാനം. എല്ലാത്തിലും പ്രധാനം നമ്മൾ അത് പെർഫോം ചെയ്യാന്, നമ്മൾ എന്തെന്നാ ചെയ്യണേന്നുള്ള ഇത് പെർഫോം ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ഇതുവരെ ഞാൻ പറയാത്ത ഒരാളായിരിക്കണം പ്രെയർ പറയേണ്ടതും അതുപോലെ തന്നെ തോട്ട് ഓഫ് ദ ഡേ പറയേണ്ടതും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അതില് ഞാൻ ഫസ്റ്റ് നമ്മുടെ അടുത്ത വൈറ്റമിൻസിന്റെ അസൈൻമെന്റ് ഇനി സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടാ? സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടാ? ഇല്ല, എല്ലാവരും സബ്മിറ്റ് ചെയ്തല്ലേ? ഓക്കെ, നിങ്ങളുടെ സൗകര്യം പോലെ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് മാർക്ക് അപ്പൊ തന്നെ കിട്ടും. ഇനി നമ്മുടെ ഈ പാഠം കഴിയുമ്പോഴും നമുക്ക് ഇതിൽ വരുമ്പോ ഒരു അസൈൻമെന്റ് ഉണ്ട്. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ വർക്ക് വരും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അത് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പണി തീർന്നു. നിങ്ങൾക്ക് ഓരോ ടീച്ചർ ഇപ്പൊ നമ്മുടെ ഈ 7ല് ഞാനല്ലാണ്ട് വേറെ ടീച്ചർമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരും തരും അസൈൻമെന്റ്. എല്ലാം കൂടി ഭയങ്കര ഒരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയത്തിൽ ഏത് ടീച്ചറാണോ പറഞ്ഞേക്കണേ ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മള് പുതിയ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ചാപ്റ്റർ ആണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. എല്ലാവർക്കും യൂണിറ്റ് എത്രയാണ്? 4 തന്നെയാണോ കിടക്കണേ? Yes, Miss. ഓക്കെ, എല്ലാവരുടെ കയ്യിലില്ലേ ബുക്ക് PDF എന്താണുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എടുത്തോ. ഓക്കെ, സാധാരണയായിട്ട് കാണുന്ന ബാല്യകാല ഡിസീസ്, കുട്ടികളായിരിക്കുമ്പോ തന്നെ തുടങ്ങണ എന്തൊക്കെ അസുഖങ്ങളാണ്? അതായത് സാധാരണയായിട്ട് കാണുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറയാൻ പോണത്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. ഒരാളൊന്ന് വായിച്ചേ, ആരാ വായിക്കുക? Unit 4, Common Childhood Diseases. Children get various kinds of diseases due to the absence of immunity. As children are disclosed to the surroundings and childhood is a period of continuous change, they are likely to suffer from diseases because of the harmful forces in the environment. A wide variety of microorganisms like bacteria exist in our environment. They are a threat to human health. Diseases may be caused by germs, parasites, and poison. Diseases are mainly 2 types, contagious and infectious. Contagious spread from one person to another through contact. The germs of these diseases are very strong. They spread easily and critically. The medium of infectious diseases is food, air, water, etc. Infectious diseases spread through the following methods. ഓക്കെ, എന്താ പറഞ്ഞേ?
കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചാണ് പറഞ്ഞത്. കുട്ടികളില് ചെറുപ്പം മുതൽ ഇരിക്കുമ്പോ തുടങ്ങി എങ്ങനെയാണ് അസുഖം വന്നത്, അസുഖം വന്നാൽ എന്ത് ചെയ്യണം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയാണ് പറയണത്. എന്താ പറഞ്ഞേ? ചിൽഡ്രൻ ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. എന്തിന്റെ ആബ്സെൻസ് കൊണ്ടാ? ഇമ്മ്യൂണിറ്റിയുടെ, പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്. ഓക്കെ, ഇമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മുടെ എല്ലാ മക്കൾക്കൊക്കെ നമ്മള് ഇമ്മ്യൂണിറ്റി പവർ പെട്ടെന്ന് എവിടെയെങ്കിലും ഇപ്പൊ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആവുമ്പോ ഈ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത പിള്ളേർക്ക് എന്തായിരിക്കും? പെട്ടെന്ന് ജലദോഷം, പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല, അതിന്റെ ആബ്സെൻസ് കൊണ്ടാണ് ചിൽഡ്രൻ ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസ് ഡ്യൂ ടു. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരാൻ കാരണം ഇമ്മ്യൂണിറ്റി പവറിന്റെ ആബ്സെൻസ് കൊണ്ടാണ്. As children are disclosed to the surroundings and childhood is a period of continuous change, they are likely to suffer from disease because of the harmful forces in the environment. എന്താ പറഞ്ഞേ? കുട്ടികള് കൂടുതലും കളിക്കുന്നത് മണ്ണിലിറങ്ങി ചുറ്റുപാടുകളോട് ഇടപഴകിയാണ് കുട്ടികൾ കളിക്കുന്നത്. ആഫ്റ്റർ ചിൽഡ്രൻ ഡിസ്ക്ലോസ്ഡ്, അവർ ഇടപഴകണത് എങ്ങനെ? സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റും, വീടിന് ചുറ്റും, നമ്മുടെ മുറ്റത്തിറങ്ങി കുട്ടികൾ അങ്ങനെയാണ് കളിക്കുന്നത്. ചൈൽഡ്ഹുഡ് പീരീഡ് കണ്ടിന്യൂ ചെയ്ത് അവരുടെ ആ ഒരു കുട്ടിത്തരത്തില്, അവരാ കുട്ടികളുടെ ആ ഒരു പ്രായത്തില്, ചൈൽഡ്ഹുഡ് പ്രായത്തില് കുട്ടികൾ ചുറ്റുപാടുകളോടാണ് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ മണ്ണില് ദോഷകരമായ നമ്മുടെ ഡിസീസ് വരാനായിട്ട് പെട്ടെന്ന് സാധിക്കും അവർക്ക്. ചൈൽഡ്ഹുഡ് ഈസ് എ പീരീഡ് കണ്ടിന്യൂസ് ചേഞ്ച്, അത് തുടർച്ചയായിട്ട് അപ്പൊ എന്താ പറഞ്ഞേ? ചൈൽഡ്ഹുഡ് ആ കുട്ടികളുടെ ആ പീരീഡ് ആയിരിക്കുമ്പോ തന്നെ കണ്ടിന്യൂസ്, അവർ തുടർച്ചയായിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ആ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാറ്റങ്ങളുടെ കാലമാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് എന്താ തന്നെ അവർക്ക് there are likely suffer from disease, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സഫർ, അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അസുഖങ്ങൾ കൊണ്ട്. എന്തുകൊണ്ടാ? ഹാർംഫുൾ ഫോഴ്സസ് ഇൻ ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയുമായിട്ട് അവർ ഹാർംഫുൾ എന്ന് വെച്ചാൽ എന്താ? ദോഷകരമായിട്ട്, ദോഷമായിട്ട്. ഹാർംഫുൾ എന്ന് വെച്ചാൽ എന്താ? ദോഷമായിട്ട്. അപ്പൊ പരിസ്ഥിതിയിൽ നമുക്ക് ഹാർംഫുൾ ശക്തികൾ എന്ന് വെച്ചാൽ എന്താ? ദോഷകരമായ ശക്തികൾ, ഫോഴ്സസ്. അതെവിടെയുണ്ട്? എൻവയോൺമെന്റിലുണ്ട്. നമ്മുടെ പരിസ്ഥിതിയിലെ ദോഷകരമായ ശക്തികൾ, ഈ ദോഷകരമായ ഫോഴ്സസുകൾ കാരണം അവർക്ക് എന്ത് വരാൻ ഇതുണ്ട്? രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞേ? ചൈൽഡ്ഹുഡ് ഈസ് എ പീരീഡ്, ആ കുട്ടികളുടെ ആ ചൈൽഡ്ഹുഡ് സമയത്ത് കണ്ടിന്യൂസ് ചേഞ്ച്, അവര് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? സഫർ ഫ്രം ഡിസീസ്, രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടി, ബിക്കോസ് ഹാർംഫുൾ ഫോഴ്സസ് ഇൻ ദ എൻവയോൺമെന്റ്. എവിടെന്നാ മെയിൻ ആയിട്ട് വരുന്നത്? പരിസ്ഥിതി, ചുറ്റുപാടിൽ നിന്ന്. ആ പരിസ്ഥിതിയിൽ നിന്ന് അവർക്ക് ദോഷകരമായ എന്ത് കിട്ടും? ഓരോ ദോഷങ്ങൾ കിട്ടും പരിസ്ഥിതിയിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെയാണ് അവർക്ക് കുട്ടികൾക്ക് അസുഖം വരുന്നത്. അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. അപ്പൊ ഇവര് മുറ്റത്ത് ഇറങ്ങി കളിക്കുമ്പോ, മുറ്റത്ത് എന്ന് പറയുമ്പോ പണ്ട് നമ്മളെ എങ്ങനെയാണ് ചെരുപ്പില്ലാണ്ട് പോലും ഒരുപാട് കുട്ടികൾ മുറ്റത്തിറങ്ങി കളിക്കലും നടക്കലും പറമ്പിൽ നടക്കലും ചെരുപ്പില്ലാണ്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ചെരുപ്പില്ലാണ്ട് പുറത്തിറക്കോ? ഇല്ല. ഇപ്പോഴത്തെ ഒരു കുട്ടി പോലും ചെരുപ്പില്ലാണ്ട് ഇറങ്ങിയില്ല. ഒരു ചെറിയ കുട്ടീനെ നമ്മൾ ചെരുപ്പ് ഊരി മുറ്റത്തിറക്കിയ ആ കുട്ടി അപ്പൊ തന്നെ ഇറങ്ങിയിട്ട് പോരും, നിൽക്കില്ല. ഇപ്പോഴത്തെ പിള്ളേര് ചെരുപ്പില്ലാണ്ട് അങ്ങനെ ഇറങ്ങിയില്ല. കാരണം നമ്മളതങ്ങനെ മാറി, ഓരോ കാലം മാറുന്നതനുസരിച്ച് മാറി. പക്ഷെ പണ്ട് പിള്ളേര് പറമ്പില് ചെരുപ്പില്ലാണ്ട് എത്ര നേരം കളിച്ചാലും അവർക്ക് ഒരു അസുഖവും ഇല്ല. മണ്ണിൽ ഇറങ്ങി കളിച്ചാലും അവർക്ക് എന്തില്ല? ഒരു അസുഖവും ഇല്ല. പക്ഷെ ഇപ്പോഴും നമ്മള് മണ്ണിലും ഇറക്കാണ്ട് നമ്മള് വീട്ടിൽ മാത്രം അവരെ നിർത്തിയിട്ട് നമ്മളുടെ മക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റണുണ്ടാ? ഇല്ല. അവർക്ക് എപ്പോഴും അസുഖമുണ്ട്. അതെന്തുകൊണ്ടാ? ഈ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇമ്മ്യൂണിറ്റി പവറിനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കണില്ല കുട്ടികൾക്ക്. കൂടുതലും ജങ്ക് ഫുഡ് പോലുള്ള ഈ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ ഈ കുട്ടികൾക്ക് വേണ്ടത്ര ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പൊ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ടാണ് വന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്.
ചൈൽഡ്ഹുഡ് ആ കാലഘട്ടത്തിൽ അവരെ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ദേ ലൈഫ്ലി സഫർ. അപ്പൊ അവർ ഒരുപാട് അനുഭവിക്കും, അസുഖങ്ങൾ വരും അവർക്ക്. എന്തുകൊണ്ടെന്നാ ഹാർംഫുൾ ഫോഴ്സ് ഇൻ ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയിലെ ദോഷകരമായ ശക്തികളാണ് അവർക്ക് ഈ അസുഖത്തിന് വരാൻ തന്നെ കാരണം. A wide variety of microorganisms like bacteria exist in our environment. നമ്മൾ പറഞ്ഞു പരിസ്ഥിതിയിൽ ഇറങ്ങുമ്പോഴാണ് അവർക്ക് അസുഖങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാ പരിസ്ഥിതിയിൽ ഈ എൻവയോൺമെന്റിൽ എന്തുണ്ട്, നമ്മുടെ ചുറ്റുപാടിൽ എന്തുണ്ട്, പലതരം സൂക്ഷ്മാണുക്കൾ നമ്മുടെ പരിസ്ഥിതിയിലുണ്ട്. എന്തുണ്ട്, പലതരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമ്മുടെ മുറ്റത്തായാലും പറമ്പിലായാലും പലതരം വെറൈറ്റി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസംസ് മുറ്റത്തൊക്കെ നിലനിൽക്കുന്നിടത്തോളം കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. There are a threat to human health. എന്താ, ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ത്രെട്ട് എന്താ, ത്രെട്ട് ഭീഷണി. കിട്ടാത്തവര് പറയണ വേടിന്റെ അർത്ഥമൊക്കെ എഴുതി വെച്ചോ. THREAT ഭീഷണി. അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് തന്നെ ഒരു ഭീഷണിയാണ് അല്ലെ. നമ്മുടെ പറമ്പിലും ചുറ്റുപാടൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അസുഖങ്ങൾ വരും. ബാക്ടീരിയ നിലനിൽക്കുന്നതുകൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പൊ മുറ്റത്തൊക്കെ ബാക്ടീരിയകൾ അടിഞ്ഞുകൂടി. ഇപ്പൊ 2 ദിവസം നമ്മുടെ മുറ്റൊക്കെ അടിച്ചില്ലെങ്കിൽ ആ മുറ്റത്ത് നമുക്ക് കാണാം മണ്ണെങ്ങനെ ഇരിക്കും, പൊന്തി ഇങ്ങനെ ഒരു ബാക്ടീരിയ പോലെ ഇരിക്കണം കാണാം. നമ്മൾ ഡെയിലി അടിക്കണ മുറ്റുവാണെങ്കിൽ ആ മുറ്റം നല്ല ക്ലീൻ ആയിട്ട് എടുക്കും. ഒരു ദിവസം അടിച്ച് പിറ്റേ ദിവസം അടിച്ചില്ലെങ്കിൽ തന്നെ ആ മുറ്റത്ത് ചില സ്ഥലത്തൊക്കെ ബാക്ടീരിയകൾ പൊന്തിയേക്കണ പോലെ മണ്ണിങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കണ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മണ്ണിൽ എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അതാണ് ബാക്ടീരിയയെ സൃഷ്ടിക്കുന്നത്. അത് കുട്ടികൾ മണ്ണിൽ ഇറങ്ങുമ്പോൾ അവർക്ക് അത് ബാധിക്കും. ഓക്കെ, ചൈൽഡ്ഹുഡിലുള്ള ചെറിയ പ്രായത്തിലെ കുട്ടികൾ മുറ്റത്തിറങ്ങി. ഇപ്പോഴത്തെ കുട്ടികളല്ല, പൊതുവെ കുട്ടികളുടെ കാര്യം പറഞ്ഞാണ്. പക്ഷെ കുട്ടികളൊന്നും പുറത്താ മുറ്റത്തേക്കൊന്നും ഇറക്കാതെ വളർത്തുന്നത്. അപ്പൊ അങ്ങനെ ബാധിക്കും. എങ്ങനെ ബാധിക്കുമ്പോ ഇത് ഹ്യൂമൻ ഹെൽത്ത്. ഇതെന്തിനെ ബാധിക്കും? ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെ ഭീഷണിയായിട്ട് തന്നെ ബാധിക്കും. എല്ലാവരും ഇവിടെ ഇല്ലേ? മനസ്സിലാവുന്നില്ലേ? Yes, miss. Yes, ma'am. ഉണ്ട്. യെസ്. ഓക്കെ, അപ്പൊ ഈ ഡിസീസ് മേ ബി കോസ്ഡ് ബൈ germs, parasites and poison. Disease are mainly 2 types. എന്ന് വെച്ചാല് ഈ അസുഖങ്ങൾ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് എങ്ങനെ? ജേംസ് വഴി വരും. ജേംസ് പറയുന്നത് എന്താ? രോഗാണുക്കൾ വഴി. പിന്നെ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് വിരകളില്ലേ, വിരകൾ എന്ന് പറയുമ്പോ പരാഗങ്ങള്, അങ്ങനെ അസുഖങ്ങൾ വരാം പാരസൈറ്റ്സ് വഴി. വിരകൾ എന്ന് പറയുമ്പോ എന്താണ്? ബാക്ടീരിയ. ഇപ്പൊ വിരകൾ എന്ന് പറയണത് എന്താ? പാരസൈറ്റ്സ്, പരാഗങ്ങൾ. ഒരു സാധനത്തിൽ തന്നെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ആ കുട്ടി ആരായിട്ട് ഇടപഴകിയാലും അവർക്കും വരും. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വിരകൾ പിന്നെ അങ്ങനെ അസുഖങ്ങൾ അത് പരാഗണം പോലെയാണ്. അതാണ് ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ജേംസ് എന്ന് പറയുന്നത് എന്താ? രോഗാണുക്കൾ. ഈ പാരസൈറ്റ്സ്. പിന്നെ പോയിസൺ എന്ന് വെച്ചാൽ എന്താ? വിഷം. അങ്ങനെ ഉണ്ടാവുന്ന രോഗങ്ങളുണ്ട്. ഇത് പ്രധാനമായിട്ടും 2 ടൈപ്സിലാണ് ഉള്ളത്. അത് കണ്ടേജിയസും പിന്നെ ഇൻഫെക്ഷൻസും. കണ്ടേജിയസ് വെച്ചാൽ എന്താ? കണ്ടേജിയസ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ. സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോണ്ടാക്ട്. നമ്മൾ മറ്റുള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഒരു വ്യക്തി മറ്റുള്ളവരോട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വരും. അതാണ് കണ്ടേജിയസ് പറയുന്നത്. അതാണ് പകർച്ചവ്യാധി, പകരും. അങ്ങനെ പകരുന്ന രോഗങ്ങൾ ഏതാ? ചിക്കൻ പോക്സിന്റെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ തന്നെ ചിക്കൻ പോക്സ് ഇപ്പൊ ഇന്നൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് 2 വീട് അപ്പുറത്തെങ്കിലും ആ ചിക്കൻ പോക്സ് ഇവരെ മാറുമ്പത്തിനും അതിന്റെ എന്ത് വരും? വൈറസ് വരും. അതും ഒരു പകർച്ചവ്യാധിയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള രോഗങ്ങൾ അതാണ് പറഞ്ഞത്. ഡിസീസ് മേ ബി കോസ്ഡ്. നമ്മുടെ അസുഖം ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയായിരിക്കും? നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തിടാ. ഡിസീസ് മേ ബി കോസ്ഡ്. അസുഖത്തിനുള്ള കാരണങ്ങൾ ജേംസ്, പാരസൈറ്റ്സ് ആൻഡ് പോയിസൺ. അത് അണ്ടർലൈൻ ചെയ്തിടാ 3 കാര്യങ്ങൾ. എന്നിട്ട് മെയിൻ ആയിട്ട് ഇതൊക്കെ 2 ടൈപ്സ് ഉണ്ട്. കണ്ടേജിയസും ഉണ്ട്, ഇൻഫെക്ഷൻസും ഉണ്ട്. കണ്ടേജിയൻസ് എങ്ങനെ? അത് സ്പ്രെഡ് ടു അനദർ കോണ്ടാക്ട്. ഒരു വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യും.
അങ്ങനെ പകരണതാണ് പകർച്ചവ്യാധിയാണ്. പിന്നെന്താ പറഞ്ഞേ, germs of this disease are very strong. എന്താ അത് ജേംസ് നമ്മൾ പറഞ്ഞു ഈ രോഗാണുക്കൾ ഡിസീസ് എങ്ങനെ ഭയങ്കര ശക്തമായ രോഗാണുവാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ജേംസ് നമ്മൾ പറഞ്ഞു ഡിസീസ് ഉണ്ടാവാനുള്ള 3 കാരണം നമ്മൾ പറഞ്ഞു, ജേംസും പാരസൈറ്റ്സും പോയിസൺ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ജേംസ് ഉണ്ടാവുന്നത് ഇത് 2 ടൈപ്സിലാണ്. അതിലാണ് കണ്ടേജിയസും ഇൻഫെക്ഷൻസും വന്നത്. ഈ ജെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജെയിംസ് ഡിസീസ് ഭയങ്കര വെരി സ്ട്രോങ് ആണ്, ഭയങ്കര ശക്തിയുള്ളതാണ്. ദേ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി. ഇതെങ്ങനെ, ഈ ജെയിംസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും, അതുപോലെ ഈസിലി പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ അതെന്താ ഭയങ്കര ക്രിട്ടിക്കലാണ്, ഭയങ്കര അപകടകാരിയാണ്, ഭയങ്കര ക്രിട്ടിക്കൽ ആയതാണ് ഈ ജെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഡിസീസിന്റെ കാരണങ്ങൾ. ഡിസീസിന്റെ മേ ബി കോസ്ഡ് ഏതാ, ജേംസ്, പോയിസൺ ആൻഡ് പാരസൈറ്റ്സ്. പിന്നെ ജേംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജേംസ് വെരി സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ സ്പ്രെഡ് പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും, ഈസിലി സ്പ്രെഡ് ആൻഡ് ക്രിട്ടിക്കലി. പിന്നെന്താ പറഞ്ഞേ, ദ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ. ഇനി ഇൻഫെക്ഷന്റെ കാര്യം പറയണം. നമ്മൾ 2 തരം ഡിസീസിന്റെ കാര്യം പറഞ്ഞു, കണ്ടേജിയസും പറഞ്ഞു, ഇൻഫെക്ഷനും പറഞ്ഞു. കണ്ടേജിയസ് വെച്ചാൽ എന്താ, പെട്ടെന്ന് പകരണത്, അത് സ്പ്രെഡ് ചെയ്യും ടു അനദർ മറ്റുള്ളവരുടെ കോണ്ടാക്ട് വഴി വരുന്നതാണ്. അപ്പൊ ഇൻഫെക്ഷൻ എന്താ, മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത് ഫുഡ്, ഭക്ഷണത്തിൽ കൂടി വരാം, എയർ കാറ്റിൽ കൂടി വരാം, വാട്ടർ വെള്ളത്തിൽ കൂടി വരാം. ഓക്കെ, അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ത്രൂ ഫോളോയിങ് മെത്തേഡ്. ഈ ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻസ് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്. ഏതെല്ലാം രീതിയിൽ കൂടി ഇൻഫെക്ഷൻ ഡിസീസ് പകരാം. അതിലൊന്നാമത്തെ ഫുഡ്, ഭക്ഷണ രീതിയിൽ കൂടി വരും, എയറിൽ കൂടി വരും, വാട്ടറിൽ കൂടി വരും, പിന്നെ എക്സിട്ര എന്ന് വെച്ചാൽ അനിമൽ ആൻഡ് അതർ ക്രിയേച്ചേഴ്സിൽ കൂടി വരും, വെള്ളം കുടിക്കുന്ന വെള്ളത്തിൽ കൂടി വരും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഏതെല്ലാം കൂടി ഇൻഫെക്ഷൻ വരും എന്നുള്ള കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ പറയണേന്ന്. അതിനു മുമ്പ് ഈ പാരാഗ്രാഫില് ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മൾ ചെറുതായിട്ടൊന്നു ആ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതൊന്ന് വായിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതൊന്ന് വായിച്ചു നോക്കിയേ. ചൈൽഡ്ഹുഡ് ഡിസീസ് ഏത് പ്രായത്തിൽ വരും, എങ്ങനെയാണ് വേണ്ടത്, പകരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരും, ആ ടൈപ്സ് 2 ടൈപ്സ് പറഞ്ഞു. അതില് സ്പ്രെഡ് ചെയ്യണത് ഏതാണ്, പിന്നെ ജെയിംസ് വഴി വരുന്നത് എന്താണ്, പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയാ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന്റെ ഇത് വായിച്ചു നോക്കി എല്ലാവരും. ചിൽഡ്രൻ ഗെറ്റ് വേരിയസ് ഡിസീസ്. എങ്ങനെ, ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവണത്, അസുഖങ്ങൾ വരുന്നത്. കുട്ടികൾ മെയിൻ ആയിട്ട് എവിടെ, മുറ്റത്തിരുന്ന് സറൗണ്ടിലാണ് അവർ കളിക്കുന്നത്. അപ്പൊ ഈ പരിസ്ഥിതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് അവരവരെ മണ്ണായിട്ട് ഇടപെടുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഹാർംഫുൾ ഫോഴ്സസ് ആൻഡ് എൻവയോൺമെന്റ് അവിടെ ഭയങ്കര ഇതുള്ളത് കൊണ്ട്, ദോഷകരമായ ശക്തികൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എന്തുവരും, അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താ പറഞ്ഞേ, അതിന് 2 കാരണങ്ങൾ കൊണ്ടാണ് ജേംസും പാരസൈറ്റും പോയിസണും. ജേംസ് എന്താ, വൺ സ്പ്രെഡ്, അത് കണ്ടേജിയസും ഉണ്ട്, ഇൻഫെക്ഷനും ഉണ്ട്. കണ്ടേജിയസ് എന്ന് വെച്ചാൽ എന്താ, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് വെരി സ്ട്രോങ് ആണ്, സ്പ്രെഡ് ചെയ്യും, ഈസിലി ആണ്, ആൻഡ് ക്രിട്ടിക്കലി ആണ്. പിന്നെന്താ, അത് വരുന്നത് നമ്മൾ ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞു.
ഈ ഇൻഫെക്ഷൻ ഫുഡിൽ കൂടി എയറിൽ കൂടിയൊക്കെ വ്യാപിക്കും. ഇനി നമുക്ക് താഴെ കാണുന്ന എന്തിൽ കൂടിയൊക്കെ വ്യാപിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫുഡ്. ഈ ഇൻഫെക്ഷൻ വ്യാപിക്കുന്നത് ഫസ്റ്റ് വ്യാപിക്കുന്നത് ഫുഡ് ഐറ്റംസിൽ കൂടി. എങ്ങനെയാണ് ഫുഡ് ഐറ്റംസിൽ കൂടി വ്യാപിക്കുന്നത്? കൺസ്യൂമിങ് ഫുഡ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ഫ്ലോട്ട്സ് ആൻഡ് അതർ ഇൻസെക്ട്സ് ഈസ് ദ റീസൺ ഫോർ വേരിയസ് ഡിസീസസ് ആൻഡ് ഇൻഫെക്ഷൻ. ഫ്ലൈ ഈസ് ദ മേജർ ഈ ഒരാളെ കൊണ്ട് വായിപ്പിക്കാൻ മറന്നുപോയി. ഒരാളൊന്ന് വായിച്ചേ. ഞാൻ വായിച്ചത് ശരിയാവില്ല. ഒരാളെ കൊണ്ട് ഫസ്റ്റ് വായിപ്പിച്ചിട്ട് വായിക്കാം. ആരാ വായിക്കുക? മിസ് ഞാൻ വായിക്കാം. ഓക്കെ, ഫാത്തിമ ഹാരിസ്. ഓക്കെ. Infectious disease spread through the following methods. First one, food items. Consuming foods which are affected by floats and other insects is the reason for various diseases and infections. Fly is the major carrier of infections. Next point വായിക്കണോ മാം? വേണ്ട വേണ്ട, ഫുഡ് അത് കഴിയട്ടെ. അപ്പൊ ഫുഡ് ഐറ്റംസിൽ കൂടി ആണ് ഫസ്റ്റ് പറഞ്ഞത്. ഈ ഫുഡ് ഐറ്റംസിൽ കൂടി കൺസ്യൂമിങ് ഫുഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വിച്ച് ആർ അഫക്റ്റഡ്, അത് അഫക്ട് ചെയ്യും. എങ്ങനെ? ഫ്ലോട്ട്സ് ആൻഡ് അതർ ഇൻസെക്ട്സ്. ഫ്ലോട്ട്സ് ആൻഡ് അതർ ഇൻസെക്ട്സ് ഈസ് ദ റീസൺ ഫോർ വേരിയസ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻസ്. അതെന്ന് വെച്ചാൽ എന്താ? മറ്റേ നമ്മള് ഫ്ലോട്ട്സ് എന്ന് പറഞ്ഞു. ഫ്ലോട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഒഴുകുക എന്ന് വെച്ചാൽ മലിനജലം. നമ്മൾ ഒഴുകി വന്ന വെള്ളമില്ലേ, ഒഴുകി വന്നത്. ഫ്ലോട്ട്സ് എന്ന് വെച്ചാൽ ഒഴുകുക. എങ്ങനെ ഒഴുകുക? അത് ഒഴുക്കിലൂടെ ഒക്കെ അഫക്ട് ചെയ്യും. ഒഴുക്കിലൂടെ എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പ കുടിക്കുന്ന വെള്ളത്തില് മലിനമായ വെള്ളം കുടിച്ചാല് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഒഴുകി വന്ന ചീത്ത എന്തെങ്കിലും ആ ഒരു വെള്ളം വഴി, പിന്നെ അതർ ഇൻസെക്ട്സ് മറ്റ് പ്രാണികൾ വന്നിരിക്കും. നമ്മൾ ഭക്ഷണം വെച്ച് കഴിഞ്ഞു, ഭക്ഷണം തുറന്ന് ഇപ്പൊ കഴിക്കാന്ന് പറഞ്ഞു ഒന്ന് പോയി വരുമ്പത്തിനും പെട്ടെന്ന് അതിൽ വന്ന് പ്രാണികൾ ഇരിക്കും. അങ്ങനെ ആ ഇൻസെക്ട്സിന്റെ ഒരു ഇത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും? ഡിസീസും ഇൻഫെക്ഷനും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് വേരിയസ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ. ഫ്ലൈ ഈസ് ദ മേജർ കെരി ഓഫ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈച്ച. ഈച്ചയാണ് അണുബാധയുടെ പ്രധാനപ്പെട്ട കാരണം ഈച്ച ഇപ്പൊ ചക്ക സീസൺ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഭയങ്കര ഈച്ച ശല്യമായിരിക്കും. ഏത് ഭക്ഷണം വെച്ചാലും ഈച്ച വന്നിരിക്കും. ഈ ഈച്ച എവിടൊക്കെ പോയി ഇരുന്ന് ബാക്ടീരിയ കൊണ്ടുമാണ് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈച്ചയാണ് ഏറ്റവും കൂടുതൽ എന്താ മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന പ്രധാന കാരിയർ ആരാ? ഈ ഈച്ചയാണ്, ഫ്ലൈ ആണ്. ഓക്കെ, അപ്പൊ ഈ കൺസ്യൂമിങ് ഫുഡ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് അഫക്ട് ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും നമുക്ക് ഇത് വരാം. എന്ത് വരും? അസുഖങ്ങൾ വരും. ഇപ്പൊ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം കടയിൽ കയറി നമ്മളൊരു നാരങ്ങ വെള്ളം, സർവത്ത് വെള്ളം, പഞ്ചസാര വെള്ളം ഒക്കെ കുടിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയ വെള്ളമെന്ന് നമ്മൾ അറിയണില്ല. നമ്മൾ ആ അപ്പോഴത്തെ ഒരു ദാഹത്തിന് വേഗം പോയി ആ കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളം കുടിക്കും. അയാൾ എവിടെ നിന്ന് എടുത്തതായിരിക്കും? അയാൾ അപ്പുറത്തെ തോട്ടീന്നാ അപ്പുറത്തെ അവിടെ നിന്നൊക്കെ ഒരു ബക്കറ്റിൽ പോയി മുക്കിയെടുത്തോണ്ട് വന്ന് അത് ആ കടയിൽ കൊണ്ടുവച്ച് നമുക്ക് അതിൽ നിന്നാണ് ആ നാരങ്ങ വെള്ളം തന്നത്. അപ്പൊ നമ്മൾ അത് കുടിക്കുമ്പോ അതില് ജേംസ് ഉണ്ടാവും, അതിൽ ബാക്ടീരിയ ഉണ്ടാവും, അതൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഇൻസെക്ട്സ്, മറ്റു പ്രാണികൾ, എന്തെങ്കിലും പ്രാണികൾ വന്നിരുന്നത് അങ്ങനെയുള്ള ആ ഇൻസെക്ട്സ് വഴി നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് എന്ത് വരാം? ഇൻഫെക്ഷൻ വരാം. അത് ഫ്ലൈ ഈസ് ദ മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ. ഈച്ചയാണ് പ്രധാനപ്പെട്ട ഇൻഫെക്ഷന്റെ ഒരു പ്രധാന കാരണം, ഒരു പ്രധാന വാഹക കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എയർ ആര് വായിക്കും? മിസ്സിനാ വായിക്കാം. വായിക്കുന്ന ആള് പേരും കൂടി ഒന്ന് പറയണോട്ടാ, കാരണം നമ്മളെ അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് അക്ഷയ. അക്ഷയ. Air. It is the main medium of spreading diseases. When a patient cough and sneeze, thousands of germs spread in the air. They are carried through air and get into the body of a person having less immunity power. Cough, cold, measles, smallpox, tuberculosis, etc. are the examples and spread out air. ഓക്കെ, എന്താ എയർ? എയർ എന്ന് വെച്ചാൽ കാറ്റിൽ കൂടി, വായുവിൽ കൂടി പകരുന്നത് അല്ലെ? വായുവിൽ കൂടി പകരുന്നതിനാണ് നമ്മൾ എയർ ഡിസീസ് എന്ന് പറയുന്നത്. എയർ ഡിസീസ് എന്ന് വെച്ചാൽ വായുവിലൂടെയാണ് പകരുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. ഇതെന്താ? രോഗങ്ങൾ പകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് ഈ എയർ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ
ചുമക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോ നമ്മളുടെ ഇപ്പൊ ഒരു പനിയുള്ള ആൾ സംസാരിച്ചാൽ അയാളുടെ വായിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും? ആ പനിയുടെ ഇതായിരിക്കും, ഇൻഫെക്ഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് മറ്റൊരാൾ പെട്ടെന്ന് ശ്വസിച്ച് അയാൾ സംസാരിക്കുമ്പോ നമ്മളിങ്ങനെ ശ്വാസം എങ്ങനെയാണ്, ശ്വാസം പുറത്തേക്കും നിശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആ ബാക്ടീരിയയും കൂടിയാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അതാണ് ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം ഏതാ? എയർ ആണ്. When a patient cough and sneeze, thousands of germs spread in the air. എങ്ങനെയാണ്? പേഷ്യൻസ് ഒന്ന് ചുമക്കുമ്പോൾ, കഫ് ചെയ്യുമ്പോഴും ആൻഡ് സ്നീസ് തുമ്മുമ്പോ എത്ര ജേംസ് ആ സ്പ്രെഡ് ആവണത്? തൗസൻഡ്സ്, ആയിരക്കണക്കിന്. എത്ര ജേംസ് ആണ്? ആയിരക്കണക്കിന് ജേംസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഈ ആയിരക്കണക്കിന് ജേംസ് പുറത്തേക്ക് വരുമ്പോൾ അത് വായുവിലേക്ക് സ്പ്രെഡ് ആയി. എന്തോരം പേഷ്യൻസ്, എന്തോരം പലതരത്തിലുള്ള രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ? അപ്പൊ അവർക്ക് പല അസുഖങ്ങൾ ഉണ്ടാവും. അവര് ചുമക്കുമ്പോൾ ഇതൊക്കെ വായുവിൽ തങ്ങി നിന്ന്, ഇത് വായുവില് ആരാണോ അവരെ പ്രതിരോധ ഇമ്മ്യൂണിറ്റി പവർ ആർക്കാണോ കുറവ്, അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് കയറി ഇത് ക്യാച്ച് ചെയ്യും, പിടിക്കും ഇല്ലേ? അപ്പൊ അങ്ങനെ പിടിക്കുമ്പോൾ അവർക്കും എന്ത് വരും? ഇങ്ങനെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്, എയർ. അതെങ്ങനെ വരും? പേഷ്യൻസിന്റെ ചുമക്കുമ്പോഴും തുമ്മുകുമ്പോഴും ആയിരക്കണക്കിന് രോഗാണുക്കളാണ് എന്താ എയറില് സ്പ്രെഡ് ആയിരിക്കുന്നത്, പരക്കണത്. അന്തരീക്ഷത്തില് ആയിരക്കണക്കിന് രോഗാണുക്കളാണ് പകരുന്നത്. പിന്നെന്താ പറഞ്ഞേ? There are carried through air and get into the body of person having less immunity power. അല്ലെ? അവ വായുവിലൂടെ വരുന്നത് എന്തുകൊണ്ടാ? നമുക്ക് പ്രതിരോധ ശേഷി കുറവുള്ള വ്യക്തി ആയതുകൊണ്ടാ. അല്ലെ? നമുക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ഇത് എത്ര ആർക്ക് എന്ത് അസുഖം വന്ന് നമ്മളുടെ അടുത്ത് ചുമച്ചാലും നമ്മൾ കേൾക്കില്ല. ചില പരസ്യത്തിലൊക്കെ ഇപ്പൊ ഒരു ലേഹ്യം ഉണ്ടായിരുന്നു, നാഗാർജുന അങ്ങനെ എന്തോ ഒരു ലേഹ്യം. ആ ലേഹ്യത്തിൽ ഒരു കുട്ടി ലേഹ്യം തിന്നുമ്പോ അപ്പുറത്തുള്ള ഒരു രോഗി, ഒരു കൊച്ച് ചുമക്കുമ്പോ അതിന്റെ അണുക്കൾ ഈ കുട്ടിയുടെ അടുത്തുനിന്ന് വരാണ്ട് തടയണണ്ട. അതൊരു പരസ്യമാണെങ്കിലും അതിലെന്താ? ആ കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അതിപ്പോ അതില് പരസ്യമായിട്ട് കാണിക്കുന്നത് ആ ഒരു ലേഹ്യം കഴിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ എന്ന് കാണിക്കുന്നത്. ശരിക്കും ആ കുട്ടിക്ക് നല്ലൊരു ഇമ്മ്യൂണൈസേഷൻ ഉള്ളത് കൊണ്ട് മറ്റുള്ള ആ കുട്ടി ചുമക്കുമ്പോ ഇങ്ങോട്ട് കേൾക്കണില്ല, തിരിച്ചു പോകണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വേണം? There are carried through air get into the body of person having less immunity power. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളത് കൊണ്ടാണ് ഈ ജേംസ് നമ്മുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് കയറണത്. അതിനുള്ള ഉദാഹരണമാണ് ചുമ, കഫ് വന്ന, കോൾഡ് മീസൽസ് എന്ന് വെച്ചാൽ 5-ാം പനി വന്ന. നല്ലൊരു 5-ാം പനി ആണെങ്കിൽ അവർക്കത് പകരും ഇല്ലേ? നമ്മുടെ 5-ാം പനിയുള്ള കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ വിടോ? നമുക്ക് മനസ്സിലാവും ഈ കുട്ടി നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ 5-ാം പനി ആണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ നോക്കും. മേലൊക്കെ പൊന്തിയിട്ടുണ്ടാവും, ചെറിയ പൊന്തിയിട്ടുണ്ടാവും. അവർക്ക് എത്ര ദിവസം പനി ഉണ്ടാവും? 5 ദിവസം നല്ല പനിയായിരിക്കും. എത്ര മരുന്ന് കൊടുത്താലും 5 ദിവസം അവർക്ക് എന്തായിരിക്കും? നല്ല പനിയായിരിക്കും ഇല്ലേ? അപ്പൊ ഈ 5-ാം പനി വന്നതും എങ്ങനെ? ഇതുപോലെ എയറിൽ കൂടി വന്നതാ. പിന്നെ സ്മോൾ ബോക്സ്, ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയണത്. ഇപ്പൊ ഒരു 3-4 വീട് അപ്പുറത്തെ ഒരാൾക്ക് സ്മോൾ ബോക്സ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ നമ്മൾ അവരെ കണ്ടിട്ടില്ല, അവരായിട്ട് സംസാരിച്ചിട്ടില്ല, അവരോട് ഒരു കോണ്ടാക്റ്റും നമുക്കില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ സ്മോൾ ബോക്സ് വരും. എങ്ങനെ വരും? അവരുടെ വീടിന്റെ പുറത്തു നിന്ന് ഒന്ന് ചുമച്ചാ മതി. അവരുടെ ചുമക്കുമ്പോ അവരുടെ വൈറസ് കാറ്റിൽ കൂടി പറന്ന് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരും അല്ലെ? അങ്ങനെയാണ് സ്പ്രെഡ് ആവണത്. എയർ വഴി സ്പ്രെഡ് ആവണ രോഗങ്ങൾ കഫ്, കോൾഡ് മീസൽസ്, സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ് ഉള്ളവർക്ക് എന്തായിരിക്കും? TB. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ചുമയായിരിക്കില്ലേ? അങ്ങനെയുള്ളവർക്ക് TB ഉള്ളവർക്ക് എപ്പോഴും ചുമയായിരിക്കും. അവര് ചുമക്കണനുസരിച്ച് കൂടെ ആരാണോ അടുത്ത് നിൽക്കണേ അവർക്കൊക്കെ ഇത് വരും. എക്സാമ്പിൾ ആ സ്പ്രെഡ് ഔട്ട് എയർ. അപ്പൊ എയറിൽ കൂടി സ്പ്രെഡ് ആവണ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നും കൂടി പറയാ, ഇത് സ്പ്രെഡ് ആവണത് മെയിൻ കാര്യമാണ്. അസുഖങ്ങൾ സ്പ്രെഡ് ആവണതിന്റെ മെയിൻ കാര്യം എന്താ? മെയിൻ മീഡിയം ആണ് എയർ. ഇത് പേഷ്യൻസിന്റെ ചുമയിൽ കൂടിയും തുമ്മൽ കൂടിയും ആയിരക്കണക്കിന് ജേംസ് എയറിൽ കൂടി സ്പ്രെഡ് ആവുന്നു. പിന്നെന്താ? ഇത് ക്യാരി ചെയ്യണത് ബോഡി പേഴ്സൺ ഹാവ് ലെസ് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത കുട്ടികളുടെ ശരീരത്തിലോട്ടാണ് ഇത് വരുന്നത്.
കഫ്, കോൾഡ് മീസൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് ആർ എക്സാമ്പിൾ സ്പ്രെഡ് എയർ. ഇതൊക്കെയാണ് എയർ സ്പ്രെഡ് ആവാനുള്ള അസുഖങ്ങൾ. അത് അടയാളപ്പെടുത്തിക്കോ. എയറിൽ കൂടി സ്പ്രെഡ് ആവുന്ന അസുഖങ്ങൾ ചോദിക്കൂ അല്ലേ? നമ്മൾക്ക് ബാക്ടീരിയ വഴി സ്പ്രെഡ് ആവണതുണ്ട്, എയർ വഴി സ്പ്രെഡ് ആവണതുണ്ട്, വാട്ടർ വഴി സ്പ്രെഡ് ആവണതുണ്ട്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഇത്. എയർ വഴി സ്പ്രെഡ് ആവണ അസുഖങ്ങളുടെ പേര് അടയാളപ്പെടുത്തി വെക്കാം. ഏതെങ്കിലും ഒരു അസുഖം തന്നിട്ട് നിങ്ങളോട് ചോദിക്കൂ, ഇത് എയർ വഴി വന്നതാണോ, കാറ്റ് വഴി ഇത് ഫുഡ് വഴി വന്നതാണോ, വാട്ടർ വഴി വന്നതാണോ എന്ന്. ഓക്കെ, അപ്പൊ മനസ്സിലാവണമെങ്കിൽ എയർ വഴി വന്നത് നമ്മൾ പഠിച്ചിരിക്കണം. കഫ്, കോൾഡ് മീസൽസ്, സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ്. ഇനിയുണ്ട്, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞേക്കണ കാര്യങ്ങള് നമ്മൾ പഠിച്ചിരിക്കാം. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ് എയർ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ഒരാൾ വായിച്ചേ. എനിമൽസ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ്. ഞാൻ വായിക്കാം. ഓക്കെ, എന്താ പേര്? സൻഫാർ PH. സൻഫാർ. ഓക്കെ, പറയുമ്പോ പേരും പറയണോ കേട്ടാ. പറഞ്ഞോ. സെബീന. സെബീന. സൻഫാർ എന്നാണ് ഇതില് കാണുന്നത്. അതാ ഞാൻ പേര് പറയണമെന്ന് പറയണത്. ഓക്കെ, ഇതാരാ സൻഫാർ? സൻഫർ ബ്രദറാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ പേരും കൂടി പറയണമെന്ന് പറഞ്ഞത് അതാണ്. ചിലപ്പോ ബ്രദറിനെ വിളിക്കും. ഓക്കെ, അനിമൽസ്. ഓക്കെ, വായിക്കട്ടെ. Animals and other creatures. Besides flies, mosquitoes, insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for caring for infection. Filariasis, typhoid, malaria, plague, cholera, dengue fever, etc. ഓക്കെ, നമ്മൾ ഇതിലൊരു തെറ്റുണ്ട്. ബിസൈഡ്സ് ഫൈൽസ് അല്ല, ഫ്ലൈ ആണ്. ഫ്ലൈ FLYS ആണ്. തിരുത്തിക്കോ. നിങ്ങളുടെ എന്തെന്നാ കിടക്കണേ? ഫൈൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് തെറ്റാണ്. FLY ആണ്. ഫ്ലൈ ആണ്. ഫ്ലൈ. ഓക്കെ, എന്താ പറഞ്ഞേ? അനിമൽസ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ്. ബിസൈഡ് നമ്മുടെ അടുത്ത് ഫ്ലൈസ്, മോസ്കിറ്റോസ്, ഇൻസെക്ട്സ്, റാറ്റ്സ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ് ലൈക്ക് വേറെ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന പെറ്റ് ഡോഗ്സ്, ഫാം അനിമൽസ് ആൻഡ് ഈവൻ ബേർഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കെയറിംഗ് ഫോർ ഇൻഫെക്ഷൻ. എന്ന് വെച്ചാൽ എന്താ? ഈ ഈച്ചകളായാലും കൊതുകുകള്, പ്രാണികള്, എലികള്, പിന്നെ വളർത്തു നായ്ക്കള്, അതിനൊക്കെ നമ്മൾ എന്തുണ്ട്? നമ്മുടെ അസുഖം വരുത്താനായിട്ട് തുടങ്ങിയ മറ്റു ജീവികൾക്ക് അണുബാധ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുണ്ട് അല്ലേ? ഇതൊക്കെ ഇപ്പൊ നമ്മള് മോസ്കിറ്റോ വരുന്നത്, നമുക്ക് മന്ത് എന്ന് പറഞ്ഞ അസുഖം വന്നത് കൊതുക് കടിച്ചു വന്നതാ. ഇൻസെക്ട്സ്, ഫ്ലൈസ്, ഈച്ചൊക്കെ വന്നിരിക്കുന്ന രോഗം നമ്മൾ പഠിച്ചു. റാറ്റ്സ്, എലി വഴി നമുക്ക് എലിപ്പനി വരും. അതർ ക്രിയേറ്റേഴ്സ്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഡോഗ്, എന്ത് ഡോഗ് ആയാലും പൂച്ച ആയാലും ഇവർക്കൊക്കെ പേളവില്ലേ? ഇതൊന്ന് മാന്തിയാ മതി. ഇപ്പൊ പൂച്ചയും പട്ടിയൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത്രയും നാളും പൊക്കിളിന് ചുറ്റുമായിരുന്നു നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് തരുന്നത് അല്ലെ? പട്ടിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പൊക്കിളിന് പോയി എത്ര ദിവസം കണ്ട് പോയി പൊക്കിളിന് ഇഞ്ചക്ഷൻ എടുക്കും. പൂച്ച മാന്തിയാലും അതെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പൂച്ച മാന്തിയാൽ എന്താ ചെയ്യാ? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്ഥലം അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ആ പൂച്ച മാന്തിയ മുറിവ് എവിടെയാണോ നമ്മളെ പൂച്ച കടിച്ചത് ആ മുറിവിലോട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യണത്. അത് ആ ഒരു 8 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. കാരണം അത് ആ മുറിവിൽ നിന്ന് സ്പ്രെഡ് ആവരുത് അതിന്റെ അടുക്കള്. അതിന് വേണ്ടിയിട്ട് ആ ഒരു മുറിവിലോട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യണത് അല്ലേ? അപ്പൊ അതാണ് എനിമൽസ് ആൻഡ് അതർ ക്രിയേറ്റേഴ്സ്. നമുക്ക് എനിമൽസിൽ നിന്ന് വരാം അസുഖങ്ങള്. അതാണ് ബിസൈഡ്സ് ഫ്ലൈസ്, ഈച്ചകള്, മോസ്കിറ്റോസ്, ഇൻസെക്ട്സ് അങ്ങനത്തെ ഉള്ള ഇതിൽ നിന്ന്. അത് കൂടാതെയാണ് പെറ്റ് ഡോഗ്,
ഫാം അനിമല് നമ്മൾ വീട്ടില് വളർത്തണ പാലിനൊക്കെ വേണ്ടി വളർത്തണ എരുമായാലും പശു ആയാലും ഇല്ലേ, എന്താ ഫാം അനിമൽസ്. ആ അനിമൽസിന്ന് നമുക്ക് എന്തുണ്ടാവും? അനിമൽസിന്ന് നമുക്ക് വരും. ഫാം അനിമൽസിന്ന് ഇപ്പൊ അനിമൽസിന് ചില അസുഖങ്ങളൊക്കെ ഉള്ള അനിമൽസിനെ അറുത്ത് അതിന്റെ ഇപ്പൊ നമ്മളെ ഇറച്ചിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഇറച്ചിയില് എന്തുണ്ടാവും? ആ അസുഖത്തിന്റെ ഇതുണ്ടാവും. ഒരു അസുഖം സ്പ്രെഡ് ആയിട്ടുണ്ടാവും മൊത്തം, അത് അനിമൽ ആയാലും ഹ്യൂമൻ ആയാലും അല്ലെ. അപ്പൊ അങ്ങനെ അനിമൽസിന്റെ അപ്പൊ നമ്മൾ ആ ബീഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആ ഒരു ഡിസീസ് വരില്ലേ, അതിന്റെ ആ ഇൻഫെക്ഷൻ നമുക്കും ബാധിക്കും. പിന്നെ ഈവൻ ബേർഡ്സ്, ചില ബേർഡ്സുകൾ എന്ന് പറയുന്നത് ഏതാ? കുട്ടികൾ ഇപ്പൊ എല്ലാ വീടുകളിലും പ്രാവിനെ വളർത്തുന്നുണ്ട്. ഈ പ്രാവിന്റെ ചിറകടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പൊടി വരും. സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവാൻ മെയിൻ കാരണം ഈ പക്ഷികളിൽ നിന്നുള്ള ആ പൊടിയാണ് സോറിയാസിസ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടാ നിങ്ങളുടെ എവിടെയെങ്കിലും ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പക്ഷികളോട്, അവര് പക്ഷിയുടെ കയ്യിൽ പിടിച്ച് പക്ഷികളോട് ഇടപഴകിയിരിക്കുന്ന ആളായിരിക്കും. 100% ഒരു 70% ആൾക്കാരും എന്തായിരിക്കും? ഈ സോറിയാസിസ് പക്ഷിക്ക് വഴി വന്നതായിരിക്കും. വീട്ടിൽ വളർത്തുന്ന പക്ഷിനെ, ചെറിയ ലവ് ബേർഡ്സ് കാലൊക്കെ കെട്ടി നമ്മൾ ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ലവ് ബേർഡ്സിനെ വളർത്തും. ഈ ലവ് ബേർഡ്സിന് നമ്മൾ തീറ്റ കൊടുക്കുമ്പോഴും ഇവര് ചെല്ലുമ്പോഴും അവരുടെ ആ പക്ഷിയുടെ സ്നേഹം കൊണ്ട് ഈ പക്ഷി എന്ത് ചെയ്യും? ചിറകൊക്കെ ഇട്ടടിച്ച് കാണിക്കും. ഇതിങ്ങനെ ചിറകടിക്കുമ്പോ ആ ചിറകിന്റെ അടിയിൽ നിന്ന് ഒരു പൊടി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്, നമ്മളറിയണില്ല അല്ലേ. ഇത് നമ്മളുടെ ശരീരത്തിലോട്ട് ഇത് വന്ന് ഈ പൊടി നമ്മുടെ ശരീരത്തിലേക്ക് ഇരിക്കും. ഇരിക്കുമ്പോ ആ പൊടിയുടെ ചെറിയ അണുക്കള് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ സ്കിന്നിലോട്ട് യോജിച്ച് സ്കിന്ന് പൊട്ടി പതുക്കെ അവിടെ നിന്ന് ഇത് വരും. നമ്മൾ ഈ പക്ഷിയുടെ അടുത്തൊക്കെ പോയി അപ്പൊ തന്നെ കുളിക്കണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ തന്നെ പോയി കുളി കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പൊടികളൊക്കെ പോയി. പക്ഷെ പൊടികൾ നമ്മൾ തുടച്ചാൽ പോലും കാണില്ല, അങ്ങനത്തെ പൊടികളാണ്. കുളിക്കുക കഴുകുക തന്നെ വേണം. പക്ഷിയുടെ പൊടി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, ചെറിയ ട്രാൻസ്പെറന്റ് പോലത്തെ പൊടികളാണ്. അവരുടെ ചിറകിന്റെ അടിയിൽ നിന്ന് അത് വരുന്നതാണ്. അപ്പൊ ഈ പക്ഷികളെ വളർത്തുന്നവർക്കൊക്കെ എന്താ അസുഖം വരും? സോറിയാസിസ് എന്ന് പറഞ്ഞ സ്കിൻ രോഗമാണ് സോറിയാസിസ് എന്ന് പറഞ്ഞത്. സ്കിന്നിങ്ങനെ പൊട്ടി വരുന്നതാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നത് ഈ ബേർഡ്സിന്റെ ഇത് കൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ നമ്മളെ രോഗം, ഈ ഇൻഫെക്ഷൻ വരുത്താനായിട്ടുള്ള മെയിൻ റെസ്പോൺസിബിൾ ഇവർക്കൊക്കെ ഉണ്ട്, ഉത്തരവാദിത്വമാണ് ഇവര്. അതാണ് ഈ രോഗങ്ങളൊക്കെ വളർത്തുന്നതിനുള്ള മെയിൻ കാരണം. അപ്പൊ ഫാം അനിമല്, പെറ്റ് ഡോഗ്, ഈവൺ ബേർഡ്സ്, അതുപോലെ തന്നെ ഫ്ലൈസ്, മോസ്കിറ്റോ, ഇൻസെക്ട്സ്, റാറ്റ്സ്. ഓക്കെ, ഇങ്ങനെ വരുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഫൈലേറിയ, ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്, കോളറ, പിന്നെ ഫ്രഞ്ച് ഫീവർ. ഫ്രഞ്ച് ഫീവർ എന്ന് വെച്ചാൽ എന്ത് ഫീവറാ? ഫ്രഞ്ച് ഫീവർ എന്ന് വെച്ചാ അതൊരു ഫ്രഞ്ച് ഫീവർ എന്ന് വെച്ചാ കിടങ്ങ് പനി എന്ന് പറയും. ഇത് പനിയാണ്, ഇതൊരു കിടങ്ങ് പനി എന്ന് പറയണതാണ് ഫ്രഞ്ച് ഫീവർ എന്ന് പറയുന്നത്. പിന്നെ കോളറ അറിയാ, കോളറ. പ്ലേഗ് എലി വഴി വന്നതാ അല്ലേ, എലി വഴി വരും. മലേറിയ ചീത്ത വെള്ളത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വരും. ടൈഫോയിഡ്, ഫൈലേറിയാസിസ്, ഇതൊക്കെ വരുന്നത് എന്ത് വഴിയാ? അനിമൽ വഴി വരുന്നത്. അപ്പൊ അനിമൽ വഴി വരുന്ന ഡിസീസുകളൊന്ന് ഓർത്ത് വെക്കാം. അനിമൽ വഴി വരുന്നത്, എയർ വഴി വരുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയ ഒന്നും പറഞ്ഞിട്ടില്ല. എയർ വഴി വരുന്ന ഡിസീസ് അടയാളപ്പെടുത്താൻ ഞാൻ പറഞ്ഞു, അത് പഠിക്കുക. അതുപോലെ തന്നെ എനിമലും ഇൻസെക്ട്സ്, മോസ്കിറ്റോ, അങ്ങനത്തെ ഉള്ള പെറ്റ് ഡോഗ്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അനിമൽസ്, പിന്നെ ഈവൺ ബേർഡ്സ്, അതുകൊണ്ടൊക്കെ വരുന്ന അസുഖങ്ങള് ഫൈലേറിയാസ്, ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്, കോളറ, ഫ്രഞ്ച് ഫീവർ. സോറിയാസിസ് ഇതിൽ പറഞ്ഞിട്ടില്ല, അതൊരു സ്കിൻ രോഗമാണ്. അതും നമുക്ക് ഇങ്ങനെ തന്നെ ഈ ബേർഡ്സിന്റെ ഉള്ളിൽ നിൽക്കണ ആ ഒരു പൊടി വീണിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ബേർഡ്സ് പ്രാവിനൊക്കെ വളർത്തണത് വന്നിരിക്കും. ആ പ്രാവിന്റെ പൊടി വീഴുന്ന തുണിയിലൊക്കെ വന്നിരുന്ന ആ തുണി അവിടെ നിന്ന് അങ്ങോട്ട് കറ വീണ തുണി പതുക്കെ നുറുമ്പിച്ച് പോകുമെന്ന് പറയും. അത്രയും ശക്തിയാണ് ആ പ്രാവിന്റെ പൊടിക്ക്. നമ്മള് അഴയുമ്പോ തുണി ഇട്ടിട്ട് പ്രാവ് എങ്ങാനും വന്ന പൊടി പതുക്കെ വന്നിരുന്ന എന്തിനാ ഈ പ്രാവ് ഒന്ന് കാഷ്ടിച്ചാ മതി, ആ തുണിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താവും നമുക്കറിയാൻ പറ്റും. ആ തുണിയുടെ വ്യത്യാസം അവിടെ ഒരു ക്ലോറിൻ വീണ പോലെ ആയിരിക്കും, അത്രയും താഴ്ന്നു പോകും ആ തുണി.
ഇപ്പൊ പ്രാവുകളൊക്കെ കാഷ്ടിക്കുമ്പോ ഈ ചില പ്രാവുകൾ വീടിന്റെ വാർക്കട മുകളിലൊക്കെ വന്നിരിക്കുമ്പോ അവര് പറയും ഈ പ്രാവുകൾ ശല്യോട് ഞങ്ങളുടെ വാർക്കട മുകളിൽ തന്നെ വന്നിരിക്കുന്നു. അവിടെ വന്നിരുന്ന കാഷ്ടിച്ചു കഴിഞ്ഞാൽ ആ പെയിന്റ് അടിച്ചാൽ പോലും ആ പെയിന്റ് പോകില്ല അവിടെ നിന്ന്. കാരണം എന്താ, ആ ഭാഗം അത്രയും നശിച്ചു പോകും. അത്രയും കെമിക്കലാണ് ആ പ്രാവിൻ എന്ന് പറയുന്നത്, ആ പ്രാവിന്റെ കാഷ്ടത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അതിന്റെ രോമത്തിൽ അതിന്റെ ചിറകടിക്കുമ്പോ അതിൽ നിന്ന് വരുന്ന പൊടിക്ക് എത്ര ഡേഞ്ചർ ആയിരിക്കും. അപ്പൊ നമുക്ക് അസുഖം വരൂലേ, നമ്മൾ കയ്യിൽ പിടിക്കും കുട്ടികൾ. അമ്മയ്ക്ക് വന്നിക്കല്ലോ ടീച്ചറ, എന്താ ഇങ്ങനെ ഒരു പ്രാവ് ഇങ്ങനെ വീട്ടിൽ വന്നതായിരുന്നേ. അപ്പൊ പ്രാവ് വന്നിരുന്നിട്ട് ആ പൊടി വന്നിട്ട് അമ്മക്ക് മൂക്കിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ കാണിച്ച സമയത്താണ് പറഞ്ഞത് ഈ പ്രാവിന്റെ പൊടിയുടെ റിയാക്ഷനാണ് ഈ ബ്ലഡ് വരുന്നേന്ന്. ഓക്കെ, കണ്ടാ, അതങ്ങനെയാണ് വരുന്നത്. പ്രാവ് എന്ന് പറയുന്ന സാധനം ഭയങ്കര, പ്രാവെന്ന് മാത്രല്ല ഈവൻ ബേഡ്സ്, എല്ലാ ബേഡ്സും മിക്ക ബേഡ്സിനും ഉണ്ട് ഈ ഒരു അസുഖം. ഇതിന്റെ നമ്മൾ നമ്മുടെ പ്രാവിനെ നമ്മൾ കൂടുതലും എടുക്കണത് പ്രാവിനെ ലവ് ബേഡ്സിനൊക്കെയാണ്. സാധാരണ കിളികളൊന്നും നമ്മൾ അങ്ങനെ എടുക്കില്ല. ഇവരിങ്ങനെ ചിറകടിച്ചോണ്ടിരിക്കുമ്പോൾ അതിന് വീണത് നമ്മൾ അറിയണില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എനിമലിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അസുഖങ്ങൾ ഓർത്തിരിക്കാം. മോസ്കിറ്റോ വഴി വരുന്നതും ഇൻസെക്ട്സ്, റാറ്റ്സ്, ഫ്ലൈസ്, പിന്നെ നമ്മുടെ പെറ്റ് ഡോഗ്, അനിമൽ, അതില് ഏതൊന്നും എടുത്ത് ചോദിക്കില്ല. ഈ ടെക്സ്റ്റിൽ വന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പുറത്തുനിന്ന് ഇങ്ങനെ അസുഖം വന്നതൊന്നും ചോദിക്കില്ല. ടെക്സ്റ്റിൽ ഏതാ പറഞ്ഞേക്കണേ അതിൽ നിന്ന് തന്നെ ഇൻഫെക്ഷൻസ് നമ്മൾ ആ അസുഖങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരാളൊന്ന് വായിച്ചേ. ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബൻസ്. Drinks like water, ice and sorbets. In the market, tea, coffee, sorbets are sold in the open. Thus are contaminated by dust and other dirt particles. Dysentery, cholera, fever, typhoid, etc. are diseases which spread through the media. ഓക്കെ, ഇതെന്താ പറഞ്ഞേ, നമ്മൾ പറഞ്ഞു വെള്ളം, ഐസ്, സർബത്ത്, അതാണ് പറഞ്ഞത്. വെള്ളം, ഐസ്, സർബത്ത്. ഈ ഇന്ന മാർക്കറ്റ്, ടീ, കോഫി, സർബത്ത് ആർ സോൾഡ് ഇൻ ദ ഓപ്പൺ. ഇതൊക്കെ വിൽക്കണത് എങ്ങനെയാ, അവര് ഓപ്പൺ ആയിട്ടാണ്, തുറന്ന സ്ഥലത്താ വിൽക്കണേ. എന്തോരം വണ്ടികൾ പോണുണ്ടാവും, എന്തോരം പൊടിപടലങ്ങൾ, എന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ നമുക്കറിയാം. ഇവര് പുറത്താ വിൽക്കണേ, തുറന്നാ വിൽക്കണേ, ആ വെള്ളത്തിന് ഡേർട്ടി ഉണ്ട്, എല്ലാം നമുക്കറിയാം. എന്നാലും നമ്മൾ അവരെ കടയിൽ നിന്ന് പോയി തുറന്നാലും വേണ്ടില്ല നമ്മൾ മേടിച്ചു കുടിക്കില്ലേ, നമ്മൾ കുടിക്കുകയും ചെയ്യും, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അത് തുറന്ന സ്ഥലത്താണ്. ഇറ്റ് ഈസ് ദ ഇൻ ദ മാർക്കറ്റ് ടീ. ആ ഒരു ഇവിടെ കോഫി, സർബത്ത് ആ സോൾഡ് ഇൻ ദ ഓപ്പൺ. മാർക്കറ്റിലൊക്കെ ഇങ്ങനെയാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തോരം ആൾക്കാർ, എന്തോരം ബിസിനസ്, എന്തോരം കച്ചവടക്കാര്, എന്തോരം വണ്ടികള്, എന്തെല്ലാം പട്ടികളടക്കം, ഒരുപാട് പട്ടികൾ അതിന്റെ ഇടയിൽ കൂടി നടന്ന് ചാടിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ ഇതില് ഓപ്പൺ ആയിട്ട് തുറന്നാണ് ഈ ചായ, കാപ്പി, സർബത്തൊക്കെ കൊടുക്കണത്. These are contained the dust and other dirty particles. എന്താ, ഇതിങ്ങനെ തുറക്കുമ്പോ അതില് പൊടിയും മറ്റു അഴുക്കുകളും ഉണ്ടാക്കി അത് മലിനമാക്കും, അല്ലെ. അതില് കണ്ടാമിനേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, മലിനമാക്കുക. അത് മലിനമാക്കണത് ആരാ, ഡസ്റ്റ് ആൻഡ് ഡേർട്ടി പാർട്ടിക്കിൾസ്, പൊടിയും പൊടി പടലങ്ങളും, അതിന്റെ പൊടിയും മറ്റു അഴുക്കുകളും ചേർന്നിട്ടാണ് അതിനെ മലിനമാക്കുന്നത്. അങ്ങനെ വെള്ളം കൂടി കുടിക്കുന്ന അസുഖങ്ങളാണ് എന്താ, ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ്. ആ ഡിസീസ് ആർ സ്പ്രെഡ് ത്രൂ ദ മീഡിയ. എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടി വന്നത്, വെള്ളം കുടിച്ചിട്ട്, ചീത്ത വെള്ളത്തിൽ കൂടി തുറന്നു വെക്കണ ഈ മാർക്കറ്റിലൊക്കെ ചായ, കാപ്പി, അങ്ങനെ വെള്ളത്തിൽ കൂടി വരുന്ന അസുഖങ്ങളാണ് ഡിസെൻട്രി. ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ ഡിസെൻട്രി, വയറിളക്കം വരും. പിന്നെ കോളറ, ഫീവർ, ടൈഫോയിഡ്, ഈ അസുഖങ്ങളൊക്കെ വരുന്നത് വെള്ളത്തിൽ കൂടിയാണ്. അപ്പൊ അതാ അസുഖങ്ങൾ ഓർത്തിരിക്കുക, വെള്ളത്തിൽ കൂടി വരുന്ന അസുഖങ്ങള്. അപ്പൊ എയറിൽ കൂടി വരുന്നത്, എനിമൽസ് കൂടി വരുന്നത്, വെള്ളത്തിൽ കൂടി വരുന്നത്. നെക്സ്റ്റ് എന്താ, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. എന്താ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്? ഡേർട്ടി, വൃത്തികെട്ട ഹാൻഡ്, കൈയും കാലും. വൃത്തികെട്ട കൈയും കാലും. എന്താ വൃത്തികെട്ട കൈയും കാലും എന്ന് പറയണേ? ഇനി ഞാൻ വായിക്കാം, നമുക്ക് ടൈമില്ല. ഓക്കെ, വൃത്തികെട്ട കൈയും കാലും എന്ന് പറയുന്നത്, children should be trained to wash their hands and feet constantly, especially after any traveler sports. എന്ന് വെച്ചാൽ എന്താ,
കുട്ടികളെ എവിടെയെങ്കിലും ഒക്കെ പോയി കളിക്കാൻ പോയി ഓടി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടെങ്കിൽ വേഗം ആ കൈ ഭക്ഷണം കൊണ്ട് എടുത്ത് തിന്നും. അവർ കൈ കഴുകില്ല, കാല് കഴുകില്ല, അല്ലേ? നമ്മൾ എന്നിട്ട് പറയും പോയി കൈ കഴുകിയിട്ട് വാടാന്നും പറഞ്ഞ് നമ്മള് അവരെ ചീത്ത പറയും. അതാ പറഞ്ഞേ, കുട്ടികളെ നിരന്തരം കൈകാല് കഴുകാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. ചിൽഡ്രൻ ഷുഡ് ബി ട്രെയിൻഡ്. ചിൽഡ്രൻ ഷുഡ് ബി ട്രെയിൻഡ്. കാരണം നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എന്തെന്നാ? ടു വാഷ് ദയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് കോൺസ്റ്റന്റ്ലി, എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് അവരോട് എപ്പോഴും, കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയണം കൈകാല് കഴുകുന്നത് നമ്മളെ എപ്പോഴും തുടർച്ചയായിട്ട് അവരോട് പറയണം. എസ്പെഷ്യലി അല്ലാത്ത പക്ഷം എന്തുണ്ടാവും? ആഫ്റ്റർ എനി ട്രാവലർ സ്പോർട്സ്, അവരിങ്ങനെ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് യാത്രയ്ക്കായാലും കായിക വിനോദത്തിന് അവരെന്തെങ്കിലും യാത്ര ചെയ്തു അല്ലെങ്കിൽ സ്പോർട്സ് അവരെന്തെങ്കിലും കളിക്കാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഓടി വന്ന് കൈയും കാലും കഴുകില്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം അവരോട്? പ്രത്യേകിച്ച് എസ്പെഷ്യലി എന്ന് വെച്ചാൽ എന്താ? പ്രത്യേകിച്ചും അവരോട് നമ്മൾ എന്ത് പറയണം? ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ കൈ കാല് നല്ലോണം കഴുകാൻ പറയണം. There are thousands of germs in the soil. മണ്ണിൽ എന്തോരം ജേംസ് ഉണ്ട്? തൗസൻഡ്സ്, അതിന് കൂടുതൽ ജേംസ് എന്തിലുണ്ട്? സോയിലുണ്ട്. ഇത് കൈ കാല് കഴുകാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ സോയിലുള്ള ജേംസ് മുഴുവനും അവരുടെ വയറ്റിലോട്ട് പോകും, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പോകും. ആഫ്റ്റർ പ്ലേയിങ് വിത്ത് സോയിൽ ചിൽഡ്രൻ മേ ടേക്ക് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് their hands properly. എന്താ? കുട്ടികള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലായിട്ട്, അവരോട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈകാൽ കഴുകേണ്ടത് നമ്മൾ മസ്റ്റ് ആയിട്ടും പ്രോപ്പർലി ആയിട്ടും കറക്റ്റ് പറയണം. അപ്പൊ അങ്ങനെ രോഗങ്ങള് എന്താ? Thus the germs get into the body bring disease. അപ്പൊ നമ്മുടെ ജേംസ് ബോഡിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ഈ മണ്ണിൽ കൂടി കൈകാല് കഴുകാതെ മണ്ണിൽ കൂടി സോയിൽ വഴി ഒരുപാട് ജേംസ് ഉണ്ടാവും. ആ ജേംസ് മുഖാന്തരം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി ആൻഡ് ടെറ്റനസ്. നമ്മൾ ഡിസെൻട്രി വേറൊരു അസുഖത്തിൽ പഠിച്ചു ഇല്ലേ? ചീത്ത വെള്ളം കുടിച്ചാൽ ഡിസെൻട്രി വരും. അപ്പൊ രണ്ടെണ്ണത്തിൽ ഡിസെൻട്രി വരും. കൈകാൽ കഴുകാതെ ജേംസ് വഴി ഡിസെൻട്രി വരാം. പിന്നെ ചീത്ത വെള്ളം കുടിച്ചു നമുക്ക് എന്ത് വരാം? ഡിസെൻട്രി വരാം. നമ്മൾ അണ്ടർലൈൻ ചെയ്യാം, ഒരേപോലത്തെ വരുന്നത്. ഡിസെൻട്രി എന്ന് പറയുമ്പോ രണ്ട് തരത്തിൽ വരാം. ഓക്കെ, അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇതിൽ രോഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും നമ്മൾ പഠിക്കേണ്ട. ഇതെങ്ങനെ വരും എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റിൽ വരുന്ന അസുഖങ്ങൾ ഏതാന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്കും. നിങ്ങൾ അത് പഠിക്കുക കറക്റ്റ് ആയിട്ട്. ഡിസീസ് പോളിയോ, ഡിസെൻട്രി ആൻഡ് ടെറ്റനസ്. പിന്നെ ട്രാൻസ്മിറ്റഡ് ദിസ് വേ, ഇതെങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യണേ? ഇതുപോലെയാണ്. ഇങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? കുട്ടികളെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് നിരന്തരം കൈകാലുകൾ കഴുകാനായിട്ട് പരിശീലിപ്പിക്കണം. എസ്പെഷ്യലി എങ്ങനെ? പ്രത്യേകിച്ച് ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നാല് അല്ലെങ്കിൽ സ്പോർട്സിന് ശേഷം. മണ്ണിൽ എന്തുണ്ട്? ആയിരക്കണക്കിന് ജേംസ് ഉണ്ട്. ആ മണ്ണിൽ കളിച്ചൊക്കെ കഴിഞ്ഞു, അവര് എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് വരുമ്പോ തന്നെ കുട്ടികളെ കൈ കഴുകാതെ ഭക്ഷണം കഴിപ്പിക്കരുത്. കഴിപ്പിച്ചാൽ എന്തുണ്ടാവും? അവരുടെ ശരീരത്തിലോട്ട് രോഗാണുക്കൾ ശരീരത്തിൽ കയറി രോഗങ്ങൾ കൊണ്ടുവരും. ആ രോഗങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ്. ഓക്കെ ഓക്കേണാ? ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരും ഒരു മിനിറ്റ് എല്ലാവരും കണ്ണൊന്ന് അടച്ചേ. ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ഇനി നമ്മള് കണ്ണടച്ചു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ആരും ഉറങ്ങി പോകരുത്. നല്ല സമയമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സമയമാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഉറങ്ങാൻ ടീച്ചർ പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറഞ്ഞു. ആ ഇരുന്ന് ഉറങ്ങി പോകരുത് കേട്ടാ. അപ്പൊ എല്ലാവരും കണ്ണടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നും പഠിച്ച കാര്യങ്ങൾ എല്ലാവരും ഒന്ന് തിങ്ക് ചെയ്തേ. നമ്മൾ ഇന്ന് എന്താ പഠിച്ചേ? ഇല്ല ചാപ്റ്ററിന്റെ പേര് ഓർക്ക. ഞാൻ പറയാണ്ട് ആരും കണ്ണ് തുറക്കരുത്. എല്ലാവരും ഇന്ന് പഠിച്ചതൊന്നും ഓർക്ക, തിങ്ക് ചെയ്യാ മനസ്സിൽ. ചാപ്റ്ററിന്റെ പേര് എങ്ങനെയാണ് വരണത്? എന്തിന്റെ ആബ്സെൻസ് കൊണ്ടാണ് ഇത് വരുന്നത്? നമ്മുടെ പരിസ്ഥിതിയിലെ ചുറ്റുപാടും എന്തുണ്ട്? സ്പ്രെഡ് ആവണത്, ഇൻഫെക്ഷൻ ഡിസീസ്, കുരി വരുന്നത് ഓർക്കാം.
കുട്ടി കൂടി വരണത്? എങ്ങനെയാണ് കുട്ടി കൂടി വരണേ? എങ്ങനെ അഫക്ട് ചെയ്യും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയറിൽ കൂടി സ്പ്രെഡ് ചെയ്യണ ഡിസീസുകൾ ഏതൊക്കെ? എയറിൽ കൂടി സ്പ്രെഡ് ചെയ്യണത് നെക്സ്റ്റ് അനിമൽസ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് വഴി വരണ ഇൻഫെക്ഷൻസ്. അങ്ങനെ എന്തെല്ലാം ഡിസീസ് ഉണ്ടാവും? അനിമൽസ് വഴി എന്തൊക്കെ ഡിസീസ് വരും? ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സർബത്ത്. കടകളില് തുറന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിച്ച ആ വെള്ളം വഴി നമുക്ക് എന്തെല്ലാം അസുഖം ഉണ്ടാവും? കുട്ടികള് കൈകാല് കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ എന്തെല്ലാം അസുഖം ഉണ്ടാവും? ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. എല്ലാവർക്കും കിട്ടിയായിരുന്ന പോയിന്റ്സ് ഒക്കെ കറക്റ്റ് കിട്ടിയായിരുന്ന എല്ലാവർക്കും? ഓപ്പൺ യുവർ ഐസ്. ആരും കണ്ണു തുറന്നില്ലേ? ഉറങ്ങിപ്പോയാ? ഓക്കെ ഓക്കെ, എന്നാ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Bye. Thank you, Miss. വെൽക്കം വെൽക്കം. Thank you, Miss.